എത്രയും വേഗം ഇവിടുന്ന് കടക്കണം. കുട്ടിമണിയെ രക്ഷപ്പെടുത്താൻ രാഹുലനും ശീലാവതിയും തീരുമാനിക്കുന്നു. വയലോരം വീട്ടിലെത്തുന്ന മനസ്സജൻ തന്റെ കാമുകനായിരുന്നു എന്ന രഹസ്യം മതികല രവിക്ക് മുന്നിൽ വെച്ച് പറയുന്നു. രവി മനസ്സജനെ വയലോരം വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. രാത്രിയിൽ രാഹുലൻ കുട്ടിമണിയുമായി രക്ഷപ്പെടുന്നു. മനസ്സജനെ കണ്ടതിനു ശേഷം മാത്രമേ ചോറൂണിന് സമ്മതിക്കൂ എന്ന് ബാലൻ. കുട്ടിമണിയെ കാണാതായതിന്റെ പേരിൽ ജലജ ശീലാവതിയെ കുറ്റപ്പെടുത്തുന്നു. തുടർന്ന് കാണുക. മാഡം, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. വനിതാ പോലീസിന്റെ ഇടികൊണ്ട് കഴിയുമ്പോ മാഡം തന്നെ വിളിച്ചു പറയും, ഞാനല്ല എന്റെ മോളാ കുട്ടിമണിയെ തട്ടിക്കൊണ്ടുവന്നതെന്ന്. പോലീസ് നേരെ ചെന്ന് മതികല മാഡത്തിനെ പൊക്കും. കൊന്ന കേസിന്റെ കൂടെ തിന്ന കേസും കൂടെ ആവുമ്പോ പാവം മതികല മാഡം പെട്ടുപോകും. നേരത്തെ വിളിച്ചു പറഞ്ഞാൽ ഒളിവിൽ പോവുകയോ മറ്റോ ചെയ്യാമല്ലോ. മാഡവും ഒന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇല്ലടി, ഞാൻ പോവില്ല. എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലേ ആ തമ്പി ഇവിടെ കയറി താമസിക്കുമെന്ന്. വിനാശകാലേ വിപരീത ബുദ്ധി. എന്തായാലും മതിയെ വിളിച്ച് വിവരം പറഞ്ഞേക്കാം. എന്താ അമ്മേ, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അതല്ലെന്ന്. നീ ഇപ്പോഴും ഈ സാധനം ഉപയോഗിക്കുന്നുണ്ടല്ലേ? അത് ഈ നശിച്ച ഫോണ്, ഈ നശിച്ച ഫോൺ വെച്ചാ നീ ഈ വീട്ടിൽ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതല്ലേ? ഇനി ഇതെന്റെ കയ്യിൽ ഇരിക്കട്ടെ. അയ്യോ അല്ല പച്ചമ്മേ, അത് ഞാൻ അത്യാവശ്യമായിട്ട് വക്കീലിനെ ഒന്ന് വിളിക്കാൻ വേണ്ടി. അയ്യോ, അത് ആരെ വിളിക്കാൻ വേണ്ട, പറയാൻ വേണ്ട. രവിയേ, രവി. അയ്യോ അപ്പച്ചമ്മേ, അല്ല. എന്താ അപ്പച്ചമ്മേ, എന്താ പ്രശ്നം? എല്ലാരും വരട്ടെ. ഈ പൂതനയുടെ കള്ളത്തരം ഞാൻ പിടിച്ച കാര്യം ഈ കുടുംബത്തുള്ള എല്ലാരും അറിയട്ടെ. അങ്ങനൊന്നും അല്ല സീതെടുത്തി. എന്താ അപ്പച്ചമ്മേ? എടാ, നീ ഇത് കണ്ടോ? മരം മാറിയെത്തിയ മതിയരുടെ കയ്യിൽ നിന്ന് പിടിച്ചതായത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആർക്കാണ്ട് ചോർത്തി കൊടുക്കുകയായിരുന്നു ഇവള്. ഇനി ആരാണാവോ ഇവള് കൊല്ലാനിരിക്കുന്നത്? അപ്പച്ചമ്മ, ഇങ്ങനൊന്നും പറയല്ലേ. ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചതല്ല. ഞാൻ വക്കീലിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തതാ. ഈ ഫോണിന്റെ ലോക്ക് അഴിക്കുന്ന കോഡെന്താ? നീ വിളിച്ചത് വക്കീലിനെ തന്നെയാണോന്ന് എനിക്കറിയണം. പറയേ, എന്താ അതിന്റെ സീക്രട്ട് കോഡ്? നീ വിളിച്ചത് വക്കീലിനെ തന്നെയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എന്താ ഇത്ര മടി? അവള് പറയില്ല. ഈ ഫോണിനകത്തുണ്ട് അവളുടെ സകല വേലത്തരങ്ങളും. പറയടി, അല്ലെങ്കിൽ ഈ മൊബൈൽ ഞാൻ എറിഞ്ഞുടയ്ക്കും. ചെറിയ കളയൊന്നും വേണ്ട മക്കളെ. എവള് പറഞ്ഞില്ലെങ്കിലും നമുക്കിത് ആരെങ്കിലും കൊണ്ട് തുറപ്പിക്കാം. അല്ല, എന്തൊക്കെയാണ് ഇവളുടെ പദ്ധതി എന്നറിയണ്ടേ? എനിക്കൊരു ഗൂഢ പദ്ധതി ഇല്ല അപ്പച്ചമ്മ. എന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഫോൺ കയ്യിൽ വെച്ചോ. വിശ്വാസം ഇല്ലടി. ഈ ഫോൺ ഇനി നീ കാണത്തുമില്ല. ഈ രവിയാ പറയുന്നേ. അറിയാലോ എന്നെ. ഞാനൊരു കാര്യം ഒളിപ്പിച്ച അതെന്നും രഹസ്യമായിട്ട് തന്നെ ഇരിക്കൂടി. ഇനി നിനക്ക് മൊബൈലും ഇല്ല, പഴയ സ്വാതന്ത്ര്യവും ഇല്ല. വയലോരം വീട്ടിലെ അടിച്ചു തളിക്കാരിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലടി. ഏത് നേരവും ഫോൺ എടുത്ത് ചെവി വയ്ക്കാൻ നീ ആരാടി? റാംജി റാവു? അസത്തെ
ആ മതി, ഫോൺ വിളിച്ചതിനുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞു. ആര് പറഞ്ഞു കഴിഞ്ഞു എന്ന്? ഹ, ആ വക്കീൽ വന്നപ്പോഴേ ഇവിടെ കള്ളത്തരം മുഴുവനും പൊളിഞ്ഞതാ. ഇനിയിപ്പോ പൂർത്തിയായി. ഇനി അങ്ങോട്ടേ നിന്റെ ശിക്ഷയുടെ കാഠിന്യം കൂടുവടി മൂദേവി. അപ്പച്ചമ്മ കലയുടെ മനസ്സ് ശരിക്കും മാറിയെന്ന് ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പച്ചിയമ്മ പറഞ്ഞതുപോലെ ഈയിടെ നടക്കുന്നത് ഓരോന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നതേ നീ ഇവിടെ ഒരു മഹാ നാടകം കളിക്കുകയാണെന്ന്. അല്ല സീതയെടുത്ത് തുലാം ഉദയരാശിയാലും മിഥുനം ആരൂഢരാശിയാലും ലഭിക്കയാൽ ആരൂഢരാശിയാധിപനായ ബുധൻ ആരൂഢത്തിന്റെ 12-ാം ഭാവത്തിൽ ഭാഗ്യാധിപനായി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുകയും പൂജ പുണ്യസ്ഥാനമായ 5-ാം ഭാവത്തിൽ ദൈവാധീനകാരകനുമായ വ്യാഴം ബുധഭാഗ്യയോഗ സിദ്ധമായി വരികയും ചെയ്താൽ പിതാവ് തത്തുല്യരായ വ്യക്തികൾക്ക് ഈ കുട്ടി ഭാഗ്യനാഥയായി ഭവിക്കും. എന്താ പറഞ്ഞത്? കുഞ്ഞുമണി അവളുടെ അച്ഛന്റെ ഭാഗ്യമായാ പിറന്നിരിക്കുന്നത്. പിതാവിന് മാത്രമല്ല, പിതൃതുല്യരായവർക്കും പിതാവിന്റെ സഹോദരങ്ങൾക്കും അമ്മാവന്മാർക്കും ഒക്കെ ഗുണകരമായി ഭവിക്കും. എന്റെ ജാതകദോഷം മോളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കോ ജോത്സരെ? ഇല്ലാന്ന് മാത്രമല്ല, ഈ ജാതകത്തിൽ കാണുന്ന ദൈവാധീനം പിതാവിന്റെ ദൈവാധീനത്തെ വർദ്ധിപ്പിക്കുകയും കളത്ര സ്ഥാനത്തു നിന്ന്, അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നു ഭവിക്കാവുന്ന ദോഷങ്ങളുടെ തീവ്രത കുറയ്ക്കുകയും ചെയ്യും. അപ്പോ എന്റെ ജാതകദോഷം കൊണ്ട് ബാലേട്ടന് വന്ന അപകടത്തെ വഴിമാറ്റി വിട്ടത് കുഞ്ഞിന്റെ ഭാഗ്യജാതകം അല്ലേ? ഒരു സംശയവും വേണ്ട. ഇനി കുഞ്ഞിന്റെ ജാതകവശാൽ നോക്കിയാലും 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുക. പിതാവിന് ഗുണകരവും അഭിവൃദ്ധപ്രദവുമാണത്. ഭാഗ്യാധിപ സ്ഥാനമായ 12-ാം ഭാവത്തിലെ ശുക്രൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇവളെ രാജകുമാരിയാക്കും. ജോത്സ്യം പറഞ്ഞത് അച്ചട്ട. തമ്പി സാറിന്റെ സ്വത്തുക്കളെന്ന് പറഞ്ഞാ ചില്ലറയാണോ? കോടീശ്വരിയല്ലേ അവള്? സുനഭായോഗവും മാളവക്തി യോഗവും ചേർന്ന് വന്നിരിക്കുകയല്ലേ ജാതകത്തില്. ഇത്രയും ഭാഗ്യം ലഭിക്കുന്ന കുട്ടികള് അപൂർവങ്ങളിൽ അപൂർവം. ഇനി അവളുടെ ചോറൂണിന് ഒരു നല്ല മുഹൂർത്തം കൂടെ കുറിക്കണം ജോത്സരെ. ഞായറാഴ്ചയോ അവധി ദിവസങ്ങളോ മറ്റോ വേണോ നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, നല്ല മുഹൂർത്തമായിരുന്നാ മതി. എന്നാലും അധികം വൈകാതിരുന്നാ മതി. വരുന്ന 16-ാം തീയതി ആയാലോ? അയ്യോ, അത് ഒരുപാട് ഇങ്ങ് അടുത്ത് പോയില്ലേ? അതൊന്നും സാരമില്ല, നമുക്ക് നടത്താന്നേ. ശരി. ആ ബാലനെ വിളിക്കുമോ? ജോത്സ്യർക്ക് ദക്ഷിണ നൽകി അവൻ തന്നെ മുഹൂർത്ത സമയം ഏറ്റുവാങ്ങട്ടെ. നീ തന്നെ വാങ്ങിയാ മതി മോളെ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം അപ്പച്ചമ്മേ. അങ്ങനെ ചോറൂണിന്റെ സമയവും കുറിച്ചു. ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. നിനക്കെന്താ മോളെ ഒരു സന്തോഷമില്ലാത്തത്? നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് സന്തോഷമുള്ള എന്തെല്ലാം കാര്യങ്ങളാ ജോത്സ്യം പറഞ്ഞു. പക്ഷെ ഒന്ന് കേൾക്കാൻ പോലും ബാലേട്ടൻ പുറത്തേക്ക് വന്നില്ലല്ലോ. ചോറൂണിന്റെ ദിവസം എന്നാണെന്ന് പോലും ഇതുവരെ ചോദിച്ചില്ല. സാരമില്ല മോളെ, അവൻ ചോദിച്ചില്ലെങ്കിലും ഒക്കെ വിശദമായിട്ട് നീ പറയണം. ആരെങ്കിലും പ്രത്യേകിച്ച് വിളിക്കാനുണ്ടോന്ന് ചോദിക്കണം. മോക്ക് പുതിയ ഉടുപ്പെടുക്കണോന്ന് പറയണം. അങ്ങനെ പലതും പറഞ്ഞ് അവന് താല്പര്യം വരുത്തിയെടുക്കണം. ഒക്കെ നിന്റെ കയ്യിലാ മോളെ. സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹം അങ്ങനെ വരേണ്ടതാണോ അപ്പച്ചിയമ്മേ? മനസ്സില്ലാ മനസ്സോടെ ബാലേട്ടൻ ചോറൂണ് നടത്തല്ല വേണ്ടത്, നിറഞ്ഞ മനസ്സോടെ വേണ്ടേ ആ ചടങ്ങ്. എന്നാലല്ലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. നിറഞ്ഞ മനസ്സോടെ തന്നെ ബാലൻ കുഞ്ഞിന് ചോറ് കൊടുക്കും. അതിന് കഴിയില്ലെങ്കിൽ പിന്നെ ഞാനും സുന്ദരിയൊക്കെ എന്തിനാ ഇവിടെ പ്രായവും പക്വതയും ഉള്ളവരായിട്ടിരിക്കുന്നത്? അതെ, ബാലനെ ശരിയാക്കി എടുക്കാനൊക്കെ ഞങ്ങൾക്കറിയാം.
ചോറൂണിന് ആരൊക്കെയാ ക്ഷണിക്കേണ്ടതെന്ന് തീരുമാനിക്കണ്ടേ? ആരെ ക്ഷണിക്കാനാ? ഈ വീട്ടിലുള്ളവർ മാത്രം മതി. അമ്പലത്തിൽ വെച്ച് ഒരാഘോഷവും ഇല്ലാതെ നടത്തിയാ മതി. ആ ഇവളെ ഞാൻ എടുത്താ എന്താ കുഴപ്പമൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് വാടി പെണ്ണെ. അയ്യേ. അയ്യോ ദേ കണ്ടോ കുഞ്ഞപ്പിട്ടു. കണക്കായി പോയി. ആവേശത്തോടെ പോയി എടുത്തതല്ലേ. സീതെടുത്ത് പിടിക്ക്. വേണ്ട വേണ്ട, നീ തന്നെ കഴിയാ മതി. എന്നിട്ട് നീയും കൂടെ കുളിച്ചോ. അതിന് എനിക്കിതൊന്നും പരിചയമില്ലല്ലോ. ഇങ്ങനൊക്കെ തന്നെ പരിചയിക്കുന്നത്. ഇതൊന്നും പഠിച്ചോണ്ടല്ല ആരും ഭൂമിയിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞുതരാം, നീ നടക്ക്. നാളെ ഇതൊക്കെ നീയും ചെയ്യേണ്ടതല്ലേ, പഠിച്ചു വെച്ചോ. കുഞ്ഞിന്റെ നിക്കറങ്ങോട്ട് ഊരിക്കേ. അതെ, എന്നിട്ട് വെള്ളം ഒഴിച്ച് ശരിക്കങ്ങ് കഴുകിക്കോ. ഇത്ര അറക്കാനൊന്നുമില്ല. പണ്ട് നീ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാ. അങ്ങോട്ട് ഒന്ന് വൃത്തിയായിട്ട് കഴുകടി. അങ്ങോട്ട് പോന്നു. എത്ര നേരായിട്ട് നടക്കുന്നു. രാഹുലിന്റെ വീട് എന്നാ കാണാതെ പോയോ? നമ്മൾ എത്രയായി കുട്ടിമണി? വാ നടക്ക്. എവിടാ? അമ്പലം. എന്റെ ഭഗവാനെ, സ്വാമിയൊന്നുമല്ല, സ്വാമിയുടെ ഇങ്ങോട്ട് വന്നേ. നീ സ്ഥലമൊക്കെ കണ്ടോ? കണ്ടിട്ട് ഇഷ്ടമായോ? കൊഴപ്പില്ല. തഞ്ചാവൂരിൽ നിന്ന് വന്ന തമിഴ് ബ്രാഹ്മണരായിരുന്നു ഇവിടെ മുഴുവനും. കൊട്ടാരത്തിലെ പൂജകൾക്കായിട്ട് മഹാരാജാവ് ഇവിടെ താമസിപ്പിച്ചതാ. രാജാവോ? അപ്പൊ രാജാവ് ഇവിടെ ഉണ്ടോ? എനിക്കൊന്ന് കാണാൻ പറ്റോ? രാജാവൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷേ അവരൊക്കെ ഇപ്പോഴങ്ങ് സെക്രട്ടേറിയറ്റിലാണെന്ന് മാത്രം. എന്നാലേ നമുക്ക് ആദ്യം അവിടെ പോയി അവരെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഇതുവരെ ഒരു രാജാവിനെ കണ്ടിട്ടില്ല. നടന്നേ. തഞ്ചാവൂരിൽ നിന്ന് വന്നതായിരുന്നു എന്റെ താത്ത, അതായത് മുത്തച്ഛന്റെ അപ്പ. മുത്തച്ഛൻ കല്യാണം കഴിച്ചത് ഒരു നമ്പൂരി സ്ത്രീ ആയതുകൊണ്ട് ഞങ്ങളൊക്കെ പാതി മലയാളികളായി. ഇപ്പൊ പിന്നെ ആർക്കും തമിഴ് അറിയത്തു പോലും ഇല്ല. ഞാനതൊക്കെ ആരോടാ പറയുന്നു? ചക്കെന്ന് പറഞ്ഞ കൊക്കന്നേക്കും അല്ലേ? വാ. കുട്ടിമണി ആ കാണുന്നില്ലേ, അതാ എന്റെ വീട്. തട്ടക്കൂട് പോലെ ഉണ്ട്. തട്ടക്കൂട് എന്താ? വീടിനകത്ത് നിന്നെ കൊണ്ട് കേറുന്ന വെച്ചാലേ ഇച്ചിരി പാടുള്ള കാര്യമാ. ഒരു പാടില്ലേ, നമ്മൾ നടന്നങ്ങ് കയറിയാ പോരെ. നടക്കത്തില്ല കുട്ടിമണി. അയ്യോ, രാഹുലിന് നടക്കാൻ വയ്യേ? എന്നാ പറ്റി? ഒന്ന് വെറുതെ നിക്കോ. എടി, എന്റെ അമ്മയും ചേച്ചി ആ വീട്ടിനകത്തുണ്ട്. അവരും തന്നെ വീട്ടിനകത്തോട്ട് കേട്ടോങ്കിലേ ഇച്ചിരി കള്ളത്തരമൊക്കെ കാണിക്കേണ്ടി വരും. ഏതായാലും നീ ഇവിടെ നിക്ക്, ഞാൻ അകത്ത് പോയി അമ്മയൊന്ന് സോപ്പിട്ടിട്ട് വരാം. ഓ അല്ല, ഞാൻ ഇവിടെ തന്നെ നിച്ചോ? എന്താ കുട്ടിമണിക്ക് പേടിയുണ്ടോ? പേടിയോ? എനിച്ചാ? എനിക്ക് പേടിയൊന്നുമില്ല. എങ്കിലേ നീ ഇവിടെ നിക്ക്, ഞാൻ അകത്ത് പോയി സംസാരിച്ചിട്ട് ഇപ്പൊ വരാം. ഒരു 5 മിനിറ്റ് മിണ്ടാതെ നിക്കണേ. ഓ ഇതെന്തോന്ന് കോലം ഇത്? ചേച്ചിയിലെ കലാകാരി ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ആഹാ, ഡോക്യുമെന്ററി സംവിധാനം എന്നൊക്കെ പറഞ്ഞു പോയിട്ട് പെട്ടെന്ന് ഇങ്ങി പോന്നോ? എന്തു പറ്റിടാ? ഒന്നും നടന്നില്ലേ? തൽക്കാലേ ഞാൻ എന്റെ മാധ്യമ പ്രവർത്തനം നിർത്തി വെച്ചിരിക്കുക. മറ്റൊരു ജോലി ഞാൻ പ്രവേശിച്ചു. കുറച്ച് ഡിഫറന്റ് ആയ ജോലിയാ. ഡിഫറന്റ് ആയ ജോലിയോ? സിനിമ എന്ന് പറഞ്ഞ് പഠിത്തം നിർത്തിയ നിനക്ക് ആര് ജോലി തരാനാ? അതും ഡിഫറന്റ് ആയ ജോലി. അതൊക്കെ പറയാം. അമ്മയുടെ അമ്മേ, ഞാനിവിടെ ഉണ്ട്. അമ്മേ, ഇവന് ഡിഫറന്റ് ആയ ജോലി കിട്ടി. എന്ത് ജോലി? അമ്മേ അമ്മേ എന്റെ കൂടെ ഒരു പെൺകുട്ടി കൂടി വന്നിട്ടുണ്ട്. എന്ത് പെൺകുട്ടിയോ? ഈശ്വര, ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ നീ വേളിയും കഴിച്ചോ? അയ്യോ, ഇത് വേളിയൊന്നുമല്ല. ഞാൻ ആ കുട്ടി കൂട്ടിക്കൊണ്ട് വന്നതാ. ദൈവമേ, ഇവൻ ഏതോ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിരിക്കുക. തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്യാന്ന് വിചാരിക്കണ്ട രാഹുല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്ന ഒരു കുടുംബാ നമ്മുടേത്. എന്റെ അമ്മേ, ഞാൻ അവളെ കൊണ്ടുവന്നത് കല്യാണം കഴിക്കാനൊന്നും അല്ല.
ആ കുട്ടിയെ സംരക്ഷിക്കലാണ് എന്റെ ജോലി. ഓ അപ്പൊ കൊച്ചുകുട്ടിയാണോ? കൊച്ചുകുട്ടിയാണോന്ന് ചോദിച്ചാ കൊച്ചുകുട്ടിയാണ്. എന്നാ വല്യൂട്ടി അല്ലേന്ന് ചോദിച്ചാ വല്യൂട്ടിയാണ്. അതെന്താ അങ്ങനെ? ശാരീരിക വളർച്ച ഉണ്ടെന്നേ ഉള്ളൂ, മനസ്സുണ്ട്. കുട്ടിമണി ഒരു കുട്ടിയാ. അവക്ക് ചെറിയൊരു അപകടം പറ്റി ഓർമ്മ നഷ്ടപ്പെട്ടു. സ്വന്തം വീട്ടുകാർ വരെ അവള് മറന്നുപോയി. അയ്യോ, ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെ ഞാൻ അവളെ സംരക്ഷിക്കണം. അതാ ജോലി. അമ്മേ, ഞാൻ അവളൊന്ന് അകത്തോട്ട് വിളിച്ചോട്ടെ? ഏതാ പെൺകുട്ടിയുടെ ജാതി? നമ്മുടെ കൂട്ടര് തന്നെ അമ്മേ. കുട്ടിമണി അന്തർജനം എന്നാണ് മുഴുവൻ പേര്. നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ് അമ്മേ. കാണുമ്പോ അമ്മയ്ക്ക് ചേച്ചിക്ക് അത് മനസ്സിലാവും. എന്നാലും ബുദ്ധി വളർച്ചക്കുറവുള്ള കുട്ടി എന്ന് പറയുമ്പോ. എന്റെ ചേച്ചി, അതുകൊണ്ടല്ലേ നമുക്ക് ഈ ഭാഗ്യം കിട്ടിയത്. എന്റെ ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മാസം 50,000 രൂപയാ. 50,000 രൂപ? അതെ, ആദ്യത്തെ ശമ്പളം അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. അമ്മേ, ഞാൻ അവളെ എന്ന് വിളിച്ചോട്ടെ? ആ വിളിക്ക്. താങ്ക് യു. അയ്യോ, കുട്ടിമണി, 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 കുട്ടിമണി. എന്നോടാണോടാ നിന്റെ കളി? നിന്നെ ഞാൻ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോടാ. ഞാൻ മിന്നത്തില്ല. നീ എന്നോട് കളിച്ചാ വാ, നിന്നെ ഞാൻ തൂക്കി എറിയും. കുട്ടിമണി, നീ ഇവിടെ എന്തെടുക്കുക? ഒരു കൊച്ചു പൂച്ചക്കുട്ടി എന്നെ കളിപ്പിച്ചിട്ട് ഓട്ടം. ഞാൻ വിട്ടില്ല, പുറകെ ഓടി. നോക്കോ, ഇനി ഞാൻ മിണ്ടത്തില്ല. എന്നോട് മിണ്ടാൻ വന്നാലും ഞാൻ മിണ്ടത്തില്ല. അതാ നല്ലത്. അതെ, നീ ഇങ്ങോട്ട് വന്നേ. വാ കുട്ടിമണി, വാ. കുട്ടിമണി, ഇങ്ങോട്ട് വാ. അതെ, നമുക്ക് പിന്നീട് ഒരു പാഠം പഠിപ്പിക്കും കുട്ടിമണി. ഇതാരൊക്കെയെന്ന് കണ്ടോ? ഇതെന്റെ അമ്മ, ഇതെന്റെ ചേച്ചി. ചേച്ചിയുടെ പേരെന്നാ? രാധിക. കാതിക. വാ മോളെ. ചെല്ല്. ഈശ്വര, ഒരു കുഴപ്പം ഉണ്ടാക്കല്ലേ. വാ. നിങ്ങൾ രാവിലെ എന്തെങ്കിലും കഴിച്ചോ? ഇല്ലമ്മേ, നല്ല വിശപ്പുണ്ട്. ആദ്യം ഒന്ന് കുളിച്ചിട്ട് ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറണം. എന്നാ ഓട്ടായിരുന്നു. ഓട്ടവോ? അതെ, ഓട്ടം. നടക്കും, നിക്കും, പിന്നെ ഓടും. പിന്നെ നടക്കും, പിന്നെ നിക്കും, പിന്നെ ഓടും. അതെന്താന്ന് വെച്ചാലേ, ഈ ഓടുന്ന് പറയുന്നതേ ഓട്ടോറിക്ഷയുടെ കാര്യമാ. ഓട്ടത്തിന് പോവാന്നല്ലേ ഈ ഓട്ടോറിക്ഷക്കാരന്മാരെല്ലാം പറയാറ്. ഈ കുട്ടിമണി പറഞ്ഞത് അതാ. ചേച്ചി, കുട്ടിമണി കുളിച്ചൊന്ന് ഫ്രഷ് ആവട്ടെ, പിന്നീടാവാൻ നമുക്ക് സംസാരമൊക്കെ. എന്റെ മുറിന്ന് കാണിച്ചു കൊടുത്തേ. വരും. ചെല്ലു കുട്ടിമണി. അയ്യോ പാവം. എടാ, നീ പറഞ്ഞതൊക്കെ നേരാണോ? നിനക്ക് ജോലി കിട്ടിയത് തന്നെയാണോ, അതോ ഞങ്ങൾക്ക് ജോലിയാവോ? അയ്യോ ഇല്ലമ്മേ, എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലെന്നായിരുന്നല്ലോ അമ്മയുടെ പരാതി മുഴുവൻ. അമ്പലത്തിലെ ശാന്തിക്ക് പോന്ന് പറഞ്ഞ് എന്തൊരു നിർബന്ധമായിരുന്നു. ഇപ്പൊ സന്തോഷായില്ലേ? ആ കുട്ടിയുടെ മട്ടും മാതിരിയൊക്കെ കണ്ടിട്ട് ആകെപ്പാടെ ഒരു പന്തികേട്. അല്ല, ഇവിടെ ഏതില്ലത്തേതാ? വയലോരില്ല, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇല്ലവാ. കുട്ടിമണിയുടെ മുത്തശ്ശനെ വലിയൊരു തന്ത്രിയായിരുന്നമ്മേ. ഇപ്പൊ ആംഗ്ലമാരാ തന്ത്രികള്. അവർക്ക് കുട്ടിമണി അന്തർജനത്തെ ശ്രദ്ധിക്കാൻ പോലും ഇപ്പൊ സമയം കിട്ടുന്നില്ല. ഫുൾ ടൈം തന്ത്രമല്ലേ തന്ത്രം. വയലോരത്തെ തന്ത്രികൾ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കേട്ടുവേണം. എന്നാലും എന്തോ കള്ളത്തരം ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ അമ്മ, ഒരു കള്ളത്തരം ഇല്ലെന്നേ. അതെ, ഞാൻ വേണമെങ്കിലേ അവരുടെ ഇല്ലവും വീട്ടുകാരേക്ക് ഒന്ന് കാണിച്ചു തരാം. നോക്ക്. എന്റെ ഉടുപ്പ് കൊണ്ടുവന്ന ബാഗൊക്കെ മാറിപ്പോയെന്നു. അതെ, കൊണ്ടുവന്നിരിക്കുന്ന ഡ്രസ്സൊന്നും ഈ കുട്ടിയുടെ അല്ല. സാരിയും പാവാടയും ബ്ലൗസും ഒക്കെയാ. ഞാൻ സാരി ഒന്നും ഉടുക്കാറില്ലല്ലോ, പിന്നെ എന്തിനാ ശീലാവന്റെ ഇത് കൊടുത്തു വിട്ടത്? നിങ്ങൾ ആ ബാഗ് മുഴുവൻ നോക്കിയായിരുന്നോ? നോക്കി. ഈ കുട്ടിക്ക് പാകാവുന്ന ഒന്നും അതിലില്ല. സാരമില്ല കുട്ടിമണി, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കുട്ടി വരും. തൽക്കാലത്തേക്ക് ഞാൻ എന്റെ ഒരു മാക്സി തരാം. എടാ രാഹുല, എല്ലാം ഓക്കെ അല്ലേ? നിങ്ങളങ്ങ് ചെന്നില്ലേ? ഇങ്ങെത്തി. പക്ഷെ ചേച്ചി, ഒരു അബദ്ധം പറ്റിപ്പോയി. തന്നുവിട്ട ബാഗിനകത്ത് കുട്ടിമണിയുടെ ഡ്രസ്സൊന്നും ഇല്ല.
ആ അമ്മച്ചിയുടെ സാരിയും ബ്ലൗസും പാവടൊക്കെ അതിനകത്തിരിക്കുന്നേ. ഇടാ പൊട്ടാ, അബദ്ധം പറ്റിയൊന്നുമല്ല, ഞാൻ മനഃപൂർവ്വം എടുത്തു വെച്ചതാ. അയ്യോ എന്തിന്? കുട്ടിമണി എങ്ങനെ ഇതൊക്കെ കൊടുക്കും? എടാ അത് കുട്ടിമണിക്കല്ല, എനിക്കാ. ചേച്ചിക്കാ? ആ, നീ ആ 2 ബാഗുകളും സൂക്ഷിച്ചു വച്ചേക്കണം. കുറെ കാലം കഴിഞ്ഞ് എനിക്ക് തന്നാ മതി. എന്റെ അമ്മോ, ഭയങ്കര ബുദ്ധി തന്നെ, സമ്മതിച്ചിരിക്കുന്നു. ആ, ഈ ഇടപാടിൽ എനിക്കും എന്തെങ്കിലും നേട്ടം വേണ്ടേ? കുറച്ച് സ്വർണം കൂടി എടുത്തു വെക്കണമെന്ന് കരുതിയതാ, പറ്റിയില്ല. ആ, ഇനിയും അവസരം വരും. ചേച്ചി, കുട്ടിമണിക്ക് കൊടുക്ക ഇനി പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. നീ നേരെ വയലോരം വീട്ടിലേക്ക് ചെല്ല്. നല്ല ചന്തമുള്ള എന്തോരം ഉടുപ്പുകളാ അവിടെ ഇരിക്കുന്നത് നിനക്കറിയാമോ? അല്ല, അതിപ്പോ ഞാനവിടെ ചെന്ന് ചോദിച്ചാൽ അവർ സംശയിക്കത്തില്ലേ ചേച്ചി? നീ ഇവിടെന്നാ വരുന്നെന്ന് പറഞ്ഞാ മതി. അവരുടെ വിചാരം കുട്ടിമണി ഇവിടെ ഉണ്ടെന്നാ. അതെ, കാണാതായ വിവരം ആരും അറിഞ്ഞില്ലല്ലോ? ഇല്ല. ഈ തള്ളച്ചിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? വെട്ടിക്കേറി അടുപ്പിലിടും. ഇവരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കുട്ടിമണിയെ കൊണ്ടുപോയത് തമ്പിസാർ ആയിരിക്കുമെന്നാ. മണ്ടി അത് വിശ്വസിച്ചിരിക്കുക. അതെ, ഞാനതിലും പോയി ചോദിച്ചു നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ വാങ്ങിക്കാം. കിട്ടുവിടാ. ഒരൊറ്റ കാര്യം മാത്രം സൂക്ഷിച്ചാ മതി. സീത എന്ന് പറഞ്ഞ ഒരുത്തി അവിടെ ഉണ്ട്, അവളെ നമ്പരുത്. പേര് സീത എന്നാണെങ്കിലും മന്ധരയുടെ സ്വഭാവമാ. ഇവിടുത്തെ മന്ധര വിളിക്കുന്നുണ്ട്. മോൻ ബച്ചോ. ദാ വന്നു മാഡം. എന്താ മാഡം? എടി, അലമാരിക്കകത്തിരുന്ന എന്റെ കുറെ നല്ല സാരികൾ കാണുന്നില്ല. അയ്യോ, എവിടെ പോയി? അതല്ല ഞാൻ നിന്നോട് ചോദിക്കുന്നേ. ഞാൻ കണ്ടില്ല മാഡം. ചിലപ്പോ വല്ല എലിയും കടിച്ചോണ്ട് പോയതായിരിക്കും. 8-10 സാരിയും അതിന്റെ ബ്ലൗസും പാവാടയും കൂടി എങ്ങനെയാടി എലി കടിച്ചോണ്ട് പോകുന്നേ? സംഘം ചേർന്ന് വന്ന് കടിച്ചോണ്ട് പോയതായിരിക്കും. സത്യം പറ, നീയല്ലേ എടുത്തത്? ഞാനോ? ശീലാവതി ഇന്ന് വരെ അങ്ങനെ ഒരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല മാഡം. സഹി കേട്ടാ ഞാൻ ചിലപ്പോ ഒരാളെ കൊന്നിരിക്കും, പക്ഷെ കക്കില്ല മാഡം. ശീലാവതി ഈ ശീലാവതി കുടുംബത്തിൽ പിറന്നവളാ. നിന്റെ കുടുംബ മഹിമയൊന്നും എന്നോട് പറയണ്ട. എനിക്കത് കേൾക്കാനൊട്ട് താല്പര്യമില്ല. എനിക്ക് എന്റെ സാരികളൊക്കെ കിട്ടണം. നീ അറിയാതെ അതെങ്ങും പോവില്ല. ഇനി ചിലപ്പോ കുട്ടിമണി എങ്ങാനും. അതിന് അവള് പോയത് ബാഗും കൊണ്ടല്ലോ. തന്നെയല്ല, അവള് മോഷ്ടിക്കില്ല, എനിക്ക് ഉറപ്പാ. ഓ, മോട്ടിച്ചതായിരിക്കില്ല. ഇനി ചിലപ്പോ ഉപദ്രവിക്കാൻ വേണ്ടി എടുത്തതായിരിക്കും മാഡം. എന്തൊക്കെ ശോഭക്കേടാ എന്റെ പാവം മാഡത്തോട് അവള് കാണിക്കുന്നത്. എല്ലാം കഴിഞ്ഞു പോയപ്പോ സാരിയും കൊണ്ടുപോയി. തോൽവികൾ ഏറ്റുവാങ്ങാൻ എന്റെ മാഡത്തിന്റെ ജീവിതം പിന്നെയും ബാക്കിയായി. ഈശ്വര, ഇതൊക്കെ താങ്ങാനുള്ള ശേഷി എന്റെ പാവം മാഡത്തിന് കൊടുക്കണേ. ഈ കഥയങ്ങ് ബിൽഡപ്പ് ചെയ്ത സാരിയുടെ കാര്യം ഓക്കെ. ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്ത് കാര്യം? കൊച്ചിനെ അന്വേഷണ പേരും പറഞ്ഞ് എന്നെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുക. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഈ പണി ചെയ്തിട്ടില്ല. താൻ ജീവിതത്തിൽ ഒരു പണിയും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാടോ. നാട്ടുകാരെ പറ്റിച്ചല്ല ജീവിതം. ശരിക്കും മെയ്യെന്ന് അനങ്ങട്ടോ. എന്താ ഒരു ആലോചന? അല്ല ചന്തു, കേരളത്തിലെ മുഴുവൻ ഹെൽത്ത് സെന്ററിലും കയറി സീതയുടെ കുഞ്ഞിനെ അന്വേഷിക്കാന്ന് ഗീവർഗീസ് പറഞ്ഞപ്പോ ഞാൻ ഇയാളെ ചീത്ത വിളിച്ചു. പക്ഷേ ആദ്യം മുതലേ നമുക്ക് ആ തന്ത്രം പ്രയോഗിക്കാമായിരുന്നു. എങ്ങനെ? പള്ളികളിലൂടെയുള്ള അന്വേഷണം മണ്ടത്തരമായ ഒന്നൊരു സംശയം. കുഞ്ഞിനെ വാങ്ങിച്ചവർ ഗീവർഗീസിനെ കളിപ്പിക്കാൻ വേണ്ടി മാമൂദീസയുടെ കാര്യം പറഞ്ഞതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഇയാൾ പറഞ്ഞ സ്ഥലം പോലും വേറെ ആണെങ്കിലോ? എങ്കിലെല്ലാ അന്വേഷണവും വെള്ളത്തിൽ വരച്ച വര പോലെയാവും. ആ 2 സൂചനകൾ, സ്ഥലവും മതവും, അത് വെച്ചാ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത്. മതത്തിന്റെ കാര്യം പോട്ടെ, സ്ഥലം മാറിയാൽ ഒക്കെ തീർന്നു. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഹലോ, ഞാൻ ജയന്തിയാണ്, ആശാ വർക്കർ. പറ സിസ്റ്ററെ. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഒരു കുട്ടിയെക്കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. ഓ, എവിടെയുണ്ട് കുഞ്ഞ്? നിങ്ങൾ വരൂ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ശരി, ഏറിയാൽ 1 മണിക്കൂർ. അതിനുള്ളിൽ ഞാൻ എത്താം. ചന്തു, നമുക്കുടനെ പുറപ്പെടണം. കുഞ്ഞിനെ കിട്ടിയോ? ഒരു കുഞ്ഞിനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. വലിയ ആവേശം കാണിക്കണ്ട. ആ പോളച്ചൻ കൊണ്ടുപോയതല്ലായിപ്പോയാലോ. ഓ, എങ്കിൽ തന്നെ ഇന്ന് തീ കൂട്ടിയിട്ട് പൊരിക്കും ഞാൻ. കാറി കയറണോ?
നിന്ന് വാചോടിക്കാതെ ചന്തു കയറി. പിച്ചളെ ആ പച്ചക്കറി കിട്ടിയല്ലേ പിച്ചളെ? തരാൻ വലിയ മടിയായിരുന്നു. വിറ്റ് കഴിഞ്ഞിട്ട് പണം തരാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരാ മനസ്സ് ജമ്പായി സമ്മതിക്കുക? പിന്നെ കാല് പിടിച്ചു. ഇനിയെങ്കിലും ഒന്ന് പച്ച പിടിച്ചാൽ മതിയായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നാടകം കളിച്ച് മതികലെ കുട്ടുവിനെ തട്ടിയെടുത്തതിന് തെളിവുണ്ടാക്കാൻ നടക്കുക മുംതാസ് മാഡം. അത് കിട്ടിയാലുടനെ ഒരു റെയ്ഡിലേക്ക് നീങ്ങാന്നാ മുംതാസ് മാഡം പറഞ്ഞത്. പച്ചക്കറി വണ്ടിയും കൊണ്ട് ഞാൻ മാണിക്യമംഗലത്തിന്റെ പരിസരത്തൊന്ന് കറങ്ങിയാലോ? അതൊന്നും വേണ്ട പിച്ചളെ, പിന്നെ കച്ചവടം നോക്കത്തില്ല. വൈകുന്നേരം ഹോൾസെയിലുകാരന് കാശ് കൊടുക്കണ്ടേ? അതും ശരിയാ. പിച്ചളെ, അതവനല്ലേ? ഇവനെന്താ ഇവിടെ? വരട്ടെ ഭായി, ചോദിക്കാം. പിച്ചളെ, എസ്കേപ്പ് ചെയ്യാനുള്ള അവൻ ശ്രമമാണോ? അല്ല ബായ്, ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ ബായ്. വാ. നിന്നെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുന്നു ഞാൻ. നീ എന്താ ഇവിടെ? അത് ഞാനും നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ ഇങ്ങോട്ട്. കുട്ടിമണി ഇപ്പം മാണിക്യമംഗലത്തുണ്ടല്ലോ. ബന്ധുക്കളൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ ധരിപ്പിച്ചിട്ട് പോവാന്ന് കരുതി വന്നതാ. കൂട്ടത്തിൽ കുട്ടിമണിയുടെ കുറച്ച് ഡ്രസ്സും എടുക്കണം. കുട്ടിമണിക്ക് ഡ്രസ്സ് തീരെ കുറവാ. രാഹുലൻ ബായി ഇപ്പം അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. കുട്ടിമണി പെങ്ങള് സായിപ്പിന്റെ ചികിത്സയിലാണെന്ന വയലോരം വീട്ടുകാരുടെ വിശ്വാസം. എങ്കിലേ ഞാൻ വരുന്ന ഹോസ്പിറ്റലിൽ നിന്നാണെന്നങ്ങ് പറയാം. അതെ, അവരോട് പറയുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കറിയേണ്ടത് വേറൊരു കാര്യമാണ്. ആരാണ് നീ? കുട്ടുവിന്റെ ശത്രുവോ അതോ മിത്രവോ? അയ്യോ, ഞാൻ മിത്രോ? കുട്ടിമണിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഉയർന്ന ശമ്പളമൊക്കെ നിശ്ചയിച്ചേ എന്നെ ജോലിക്ക് വെച്ചിരിക്കുക മാണിക്യമംഗലത്തെ അമ്മയും മോളും. എന്നിലൂടെ കുട്ടിമണിയെ അവരുടെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള ശ്രമമാണ്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കുട്ടിമണി വയലോരം വീട്ടിലെ കുട്ടിയാണെന്ന് എനിക്കിപ്പോൾ അറിയാം. അവൾ വയലോരം വീട്ടിലെ വേറൊരു കുട്ടിയല്ല, എന്റെ ഭാര്യയാണ്. പോരാത്തവന് കുഞ്ഞിന്റെ അമ്മയുമാണ്. അയ്യോ, അതും എനിക്കറിയാം. പക്ഷേ അവളിപ്പോൾ നിങ്ങളെ തിരിച്ചറിയുന്നില്ലല്ലോ. തിരിച്ചറിയുന്ന ദിവസം ഇനി അകലെയല്ല. എന്റെ കുട്ടുവിനെ അവിടെ നിന്ന് ഞാൻ രക്ഷിച്ചിരിക്കുമെന്ന് പറഞ്ഞേക്ക് മാണിക്യമംഗലത്തെ യക്ഷികളോട്. നിങ്ങളെ രക്ഷിക്കുന്നത് വരെ അവളെ ആരും ഒന്നും ചെയ്യില്ല. ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പോരെ? മതി, നിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുക. എങ്കിൽ ഞാൻ വയലോരം വീട് വരെ പോയി കുട്ടിമണിയുടെ കുറച്ച് ഡ്രസ്സ് എടുത്തോട്ടെ? ചോദിക്കേണ്ട രാഹുലൻ ഭായി, കുട്ടിമണി പെങ്ങളുടെ ഡ്രസ്സ് ഞാൻ എടുത്തു തരാം. പിച്ചളെ, സീതയെടുത്ത് രവിയേട്ടനെ കണ്ടാൽ അത് പ്രശ്നമാവും. ആരും കാണില്ല ബായ്. കള്ളനും കാറ്റും കേറുന്നതൊന്നും ആരും അറിയില്ല എന്ന മോഷണ ശാസ്ത്രം പറയുന്നു. ബായ് വണ്ടി ഒന്ന് നോക്കിയാൽ മതി, ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. വാ ബാ അങ്ങോട്ട്. ബായ്, ഈ മോഷണത്തിന് ശാസ്ത്രമുണ്ടല്ലേ? ശാസ്ത്രമുണ്ട്, പുസ്തകമുണ്ട്. നീ വാ. എന്തായി സിസ്റ്ററെ, എന്തായി കാര്യം? നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ കൂടെയുള്ള സിസ്റ്ററാ പറഞ്ഞത്, ഞങ്ങൾ പോകാറുള്ള ഒരു വീട്ടിലെ ആൺകുഞ്ഞിന്റെ കൂടെയുള്ള സ്ത്രീ അവന്റെ ശരിക്കുള്ള അമ്മയാണെന്ന് തോന്നുന്നില്ല എന്നാ പറഞ്ഞത്. അതെന്താ അവർക്ക് അങ്ങനെ തോന്നാനുള്ള കാര്യം? കാരണം വേറൊന്നുമല്ല, അവര് കുഞ്ഞിനെ മുലയൂട്ടാറില്ല. ഓ. സിസ്റ്റർ ഒരുപാട് അഡ്വൈസ് ചെയ്തിട്ടും അവര് കേട്ടില്ല. പിന്നെ നിർബന്ധിച്ചപ്പോ ഒരു ദിവസം അവരുടെ ഭർത്താവ് സിസ്റ്ററിനോട് തട്ടിക്കയറി. പക്ഷെ ഇതുകൊണ്ട് മാത്രം അവൻ എന്റെ പേരക്കുട്ടിയാണെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ സാർ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാം. എന്തായാലും നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോയ ആളെ നിങ്ങൾക്ക് കണ്ടറിയാലോ. പിന്നെ അതൊക്കെ എനിക്കറിയാം. ഏത് പാതിരാത്രിയിലും എത്ര ദൂരത്ത് കണ്ടാലും ആ തെണ്ടിയുടെ മുഖം എനിക്ക് തിരിച്ചറിയാം. പ്ലീസ് ഇത്തരം ലാംഗ്വേജ് ഉപയോഗിക്കരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാ ഭാവമെങ്കിൽ ഞാൻ കൂടെ വരില്ല. സോറി സോറി സോറി. ഒരു പ്രശ്നം ഉണ്ടാവില്ല സിസ്റ്റർ. ഒന്ന് കാണുക, തിരിച്ചു പോരുക, അത്രേ ഉള്ളൂ. ഒന്ന് കണ്ടാ മാത്രം മതി സിസ്റ്ററെ. നമുക്ക് കാറിൽ പോ. കാറിലോ? ഒന്നും പേടിക്കണ്ട, ആങ്ങളമാരെ പോലെ കരുതാം.
എന്നെ അമ്മാവനായി കാണൂ കുട്ടി. സിസ്റ്ററെ തിരിച്ചിവിടെ കൊണ്ടാക്കുകയും ചെയ്യാം. വരൂ, ഫ്രണ്ടിൽ കയറാം. വരൂ. അപ്പച്ചമ്മേ പ്ലീസ്. അതെ, എന്റെ മൊബൈൽ ഒന്ന് തരാൻ രവിയേട്ടനോട് ഒന്ന് പറയൂ. അല്ല, നീ അവന്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ, നീ തന്നെ അങ്ങ് ചോദിച്ചാ മതി. ഞാൻ ചോദിച്ച തരത്തില്ലെന്നേ. അപ്പച്ചമ്മ പറഞ്ഞാ തരും. ഞാൻ പറയില്ലല്ലോ. എടി, നീ ആ കുന്ത്രാണ്ടം കൊണ്ടല്ലേ ഇവിടത്തെ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. പിന്നെയും വലിഞ്ഞു കയറി വന്നപ്പോ താമസിക്കാൻ ഇടം തന്നു, കഴിക്കാൻ പഴഞ്ചോറും തന്നു, പിന്നെ നിനക്ക് ബോറടിക്കാതിരിക്കാൻ ഇഷ്ടം പോലെ ജോലികളും തന്നു. ഇനിയിപ്പൊ അതിന്റെ കൂടെ മൊബൈൽ ഫോൺ വിളിക്കാനുള്ള സൗകര്യം കൂടി ചെയ്തു തരണോന്ന് പറഞ്ഞാ അതെവിടത്തെ മര്യാദയാണ്? അയ്യോ, അങ്ങനെ അല്ല അപ്പച്ചമ്മ. ഫോണില് വക്കീലോ മറ്റോ എന്തേലും പറയാൻ വിളിച്ചാ സംസാരിക്കണ്ടേ? അയാൾക്ക് കാശോ കൊടുക്കുന്നില്ല. നല്ല രീതിയിൽ സംസാരിക്കുക കൂടി ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവില്ലേ? കുഴപ്പമാവട്ടെടി. നിനക്ക് കുഴപ്പമായില്ലെങ്കിലാ ഈ വീട്ടിന് കുഴപ്പം. അപ്പച്ചമ്മ, അയ്യോ അപ്പച്ചമ്മ, അതെ പ്ലീസ്, ഒരൊറ്റ കോള് വിളിച്ചിട്ട് ഞാൻ ഫോൺ തിരിച്ചു കൊടുത്തോളാം. പ്ലീസ് അപ്പച്ചമ്മ. ഒക്കെ നീ അവനോട് തന്നെ ചെന്ന് പറഞ്ഞാ മതിയെന്ന് പറഞ്ഞില്ലേ? എന്തപ്പച്ചമ്മ ഇത്? ഞാൻ ഈ വീടിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എന്തെങ്കിലും പരാതി പറയുന്നുണ്ടോ? എന്നിട്ടും എന്റെ ഒരു ചെറിയ ആവശ്യത്തോട് എന്തിനാ എല്ലാരും ഇങ്ങനെ മുഖം തിരിക്കുന്നത്? തോരൻ എന്ത് വയ്ക്കണോന്ന് അത് ഇത് മതി. അല്ല അപ്പച്ചമ്മ, അപ്പച്ചമ്മ, നല്ല തണുത്ത കാറ്റ് പെയ്യാനായിരിക്കും. അല്ല, എന്റെ ഫോൺ. അയ്യോ, കുഞ്ഞിന്റെ ചോറൂണിന് ഫോട്ടോ എടുക്കാൻ ആളിനെ വിളിച്ചാ? അയ്യോ, എന്നെ ഒന്ന് കാണിക്കാനെങ്കിലും പറ പ്ലീസ്. ചടഞ്ഞു കഴിഞ്ഞിട്ടാവട്ടെ. കുഞ്ഞുമണിയെ ഗുരുവായൂർ കൊണ്ടുപോയി തൊഴുവിക്കണം. പിന്നെ അവളുടെ ഒരു ഫോണ്. രവിയേട്ടാ, എനിക്ക് എന്റെ ഫോൺ തിരിച്ചു വേണം. അത്യാവശ്യമായിട്ട് വക്കീലിനൊന്ന് വിളിക്കാനാ. നിന്റെ ഫോണൊന്നും ഇവിടെ ഇല്ല. അതെ, അത് ഞാൻ നിന്റെ അച്ഛൻ എനിക്ക് തന്ന പ്രമാണത്തിന്റെ കൂടെ ബാങ്ക് ലോക്കറിൽ വെച്ച് പൂട്ടി. രവിയേട്ടൻ വെറുതെ പറയുന്നതാ. എനിക്ക് വക്കീലിനെ വിളിച്ച് കേസിന്റെ കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കണമായിരുന്നു. ആ, വക്കീലിനെ വേണമെങ്കിൽ നീ ഇതിന്ന് വിളിച്ചോ. നമ്പർ കാണാതെ അറിയത്തില്ല രവിയേട്ടാ. എങ്കിലേ നീ വിളിക്കണ്ട, അത്രേ ഉള്ളൂ. അത് രവിയേട്ടാ, അവളൊരു വക്കീല്. പ്ലീസ് രവിയേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ ഫോൺ തന്നാ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തു തരാം. ഫോൺ നിന്റെ കിട്ടിയാലേ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കൂടത്തേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബാലേട്ടാ, എന്നെ ഇങ്ങനെ അകറ്റരുത്. ഞാൻ എല്ലാരെയും സഹായിക്കാം. ബാലേട്ടന്റെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നിന്റെ ഇരട്ടത്താപ്പിനി വേണ്ട. സീതയോട് നീ പറഞ്ഞില്ലടി കുഞ്ഞുമണി തന്നെയാ ഞങ്ങളുടെ മോളെന്ന്. പിന്നെന്തിനാടി എന്റെ കുഞ്ഞിനെ നീ വേറെ കൊണ്ടുവരാമെന്ന് പറയുന്നത്? ഞങ്ങളുടെ ആരുടെയും കാല് പിടിച്ച് നീ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല. നിന്നോട് ഇനി കരുണയില്ല. നിന്റെ ഫോൺ വേണമെങ്കിൽ ഞാൻ തരാം. പക്ഷേ അതിനു മുമ്പ് അതിന്റെ ലോക്ക് അഴിക്കാനുള്ള കോഡ് നീ എനിക്ക് പറഞ്ഞു തരണം. അവള് പറയില്ല രവി. മൊബൈൽ ഓപ്പൺ ആയാലേ ഇവൾ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയില്ലേ? നല്ലൊരു എക്സ്പേർട്ടിനെ വിളിച്ച് ലോക്ക് അഴിപ്പിക്കാനുള്ള വിദ്യയൊന്നും എനിക്ക് അറിയാൻ വയ്യഞ്ഞിട്ടല്ല ബാലട്ടാ. ഇപ്പോഴത്തെ ഈ ടോമാൻജെറി കളിക്ക് നല്ലൊരു സുഖമുണ്ട്. ദേ സൂക്ഷിച്ചു നോക്കി അവളുടെ മുഖത്തേക്ക്. കെണിയിൽ വീണ എലിയുടെ ഭാവം തെളിഞ്ഞു വരുന്നില്ലേ? കണ്ടോ എലിയുടെ കലിപ്പ് കണ്ട? നോക്കവളെ. കൊറേ നാള് കൂടിയിട്ടാ
ബാലേട്ടന്റെ ചിരി വയലോരം വീട്ടിൽ മുഴങ്ങുന്നത് ഒക്കെ ഒന്ന് ഭേദമാവട്ടെ. നമുക്ക് ബാലേട്ടന്റെ കുഞ്ഞിനെ കൂടി കണ്ടെത്തണം. അത് വളരേണ്ടത് ഇവിടെയാ, നമ്മുടെ വയലോരം വീട്ടില്. വേണം, കണ്ടുപിടിക്കണം. സിസ്റ്റർ പോയി വീട്ടിൽ നിന്ന് ആളെ വിളിച്ചിറക്കി എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. ഞങ്ങൾ ഇവിടെ നിന്ന് ആൾ അത് തന്നെ നോക്കാം. എന്തിന്? നിങ്ങൾ എന്റെ കൂടെ വന്നാ മതി. അപ്പൊ ആള് വേറെ ആണെങ്കിലോ? ആണെങ്കിൽ നമ്മളൊരു സോറി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരും. എങ്കിൽ പിന്നെ അത് മതി. ആരും ഇല്ലേ? ആവോ, തുറക്കുന്നില്ല. ഒന്നുകൂടെ മുട്ടി നോക്ക്. ആരാ? എന്തു വേണം? നാളെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ആരും ഇതിന്റെ പിന്നാലെ വരരുത്. നിങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം ഇവിടെ തീരും. ഇവൻ തന്നെ അവൻ. ആരാ? എന്താ? എവിടെയാടാ കുഞ്ഞ്? പെഞ്ചു കുഞ്ഞിനെ വിലക്ക് വാങ്ങിട്ട് പെറ്റമ്മ ചമയുന്നോളി. മാറി നിക്കടി. നിങ്ങളാ കുഞ്ഞിനെ തിരിച്ചു കൊടുക്ക, പോലീസിനെ വിളിക്കും. നീ വിളിക്കടി. പോലീസല്ല, പട്ടാളം വന്നാലും ശരി. ഞാൻ വിളിച്ച് പറയൂടി. ആ നാശം പിടിച്ച പൂക്കോട് ഇവിടെ കാണുമോ എന്തോ? ഇല്ലാതിരുന്നാ മതിയായിരുന്നു. ആ, കാർ തിരിച്ചിട്ടോ. ചിലപ്പോ ഞാൻ ഓടി വന്ന് കേറും. എന്താ വനജെ, അനുവാദമില്ലാതെ അകത്തേക്ക് വന്നതിന്റെ അതൃപ്തിയാണോ മുഖത്ത്? അങ്ങനെയൊന്നുമില്ല. രാഘവേട്ടനില്ലേ ഇവിടെ? രാഘവേട്ടനോ? പിന്നല്ലാതെ, നമ്മളൊക്കെ ബന്ധുക്കളല്ലേ വനജെ? ബന്ധുക്കളാണെന്നൊക്കെ തോന്നാൻ ഒരുപാട് കാലം വേണ്ടി വന്നു അല്ലേ? പഴയതൊക്കെ പിന്നെയും ചെകഞ്ഞു തുടങ്ങിയാൽ അതൊരു വലിയ വഴക്കിലേ തീരൂ. തൽക്കാലം വനജയെല്ലാം മറക്ക്. നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണിന്റെ കാര്യം സംസാരിക്കാം. ചോറൂണോ? അതെ, വയലോരം വീട്ടിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് വനജ അറിഞ്ഞില്ലേ? ക്ഷണിക്കാൻ ആരും വന്നില്ലേ? ഇല്ല, ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. ആ, ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന്. കുഞ്ഞിന്റെ മുത്തശ്ശിയെ പോലും വിശേഷം അറിയിക്കാത്തത് ന്യായമാണോ? ഇതാണോ വയലോരം വീടിന്റെ പെരുമ? സീതയെങ്കിലും ഒന്ന് പറയേണ്ടതായിരുന്നു. പരസ്പരം സഹകരിച്ച് നീങ്ങാന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാ, അല്ലാതെ കുഞ്ഞിന്റെ പേരിലുള്ള സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല. ഇനി ഞാൻ ആ സ്വത്ത് മോഹിച്ച തന്നെ എന്താ കുഴപ്പം? ഒരു കാലത്ത് എന്റെയും എന്റെ മോളുടെയും ആയിരുന്നില്ലേ അത്? ശരിയാ. തമ്പി അദ്ദേഹം എന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ കാണിച്ചത്? ആ കുഞ്ഞിനോടുള്ള വാത്സല്യം കൊണ്ട്. ഒരു രാജകുമാരിയല്ലേ സീതയുടെ കുഞ്ഞ്, വനജയെ പോലെ തന്നെ. ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ എനിക്ക്. ചോറൂണ് പോലും ജലജ പറഞ്ഞ ഈ മുത്തശ്ശി അറിഞ്ഞത്. വനജയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ
വിളിക്കാതെ തന്നെ രാഘവേട്ടനെ കൂട്ടി അങ്ങോട്ട് കയറി ചെന്നേനെ. അച്ഛനും അമ്മയും കുഞ്ഞിന് ചോറ് കൊടുത്തു കഴിഞ്ഞാലേ അടുത്ത ഉരുള കൊടുക്കാനുള്ള അവകാശം കുഞ്ഞിന്റെ മുത്തശ്ശിക്കാം. ശാരദ ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് വനജ അത് ചെയ്യേണ്ടത്. കുഞ്ഞിന്റെ മുത്തശ്ശിയെ ഒഴിവാക്കി നടത്തുന്ന ചോറൂണിന് ഞാനും സഹകരിക്കുന്നില്ല. അയ്യോ, അങ്ങനെയൊന്നും തീരുമാനിക്കണ്ട. വല്യണ്ണനുമായി ഞാനൊന്ന് ആലോചിക്കട്ടെ. വരാൻ നേരമായല്ലോ. ആര്? രാഘവേട്ടനോ? ആ അതെ. അതെ, നേരെ ഒരുപാട് വൈകി. വേലക്കാരി തനിച്ചേ ഉള്ളൂ വീട്ടില്. ഞാൻ ഇറങ്ങട്ടെ. അല്ല, വല്യണ്ണം വന്ന് ഒരു തീരുമാനം എടുത്തിട്ട് പോയാ പോരെ? തീരുമാനങ്ങൾ നിങ്ങൾ എടുത്താ മതി, ഞാൻ ഇടയ്ക്ക് ഇറങ്ങിക്കോളാം. വേഗം പൊയ്ക്കോ. ആ ജലജയുടെ വണ്ടി അല്ലേ അത്? നീ വാ. ആ അളവില്ലാതെ ജലജയുടെ കാറിലേ ഇപ്പൊ പോയത്. അവളെ എന്തിനാ എങ്ങോട്ട് കെട്ടിയെടുത്തത്? കുഞ്ഞിന്റെ ചോറൂണ് നടത്താൻ ഒരുങ്ങുകയാണത്രേ വയലോരം വീട്ടുകാർ. അതെങ്ങനെ പറ്റും നാത്തൂനെ? നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് നമ്മൾ അറിയാതെ നടത്തുവോ? നമ്മുടെ കുഞ്ഞെന്ന് പറയാൻ നീയാണോ അതിനെ പെറ്റത്? സീതയല്ലേ പറ്റത്? സീത എന്റെ മോളെപ്പോലെ തന്നെ. നമ്മൾ വിട്ടുകൊടുക്കരുത്. കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരണം. ഇവിടെ വെച്ച് വേണം ചോറ് കൊടുക്കുക. അതിനൊന്നും ബാലൻ സമ്മതിക്കില്ല. അവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. ഇനി കയ്യാങ്കളിയൊന്നും വേണ്ട വല്യണ്ണ. കയ്യാങ്കളിക്കൊന്നുമല്ല എന്റെ ഭാവം. ബാലനെ ഒന്ന് സഹായിക്കാനാ. സഹായിക്കാനോ? അതെ. ബാലന്റെ ചികിത്സ കാരണം ആകെ തകർന്നിരിക്കുക ആ വയലോരം വീട്ടുകാർ. കോടീശ്വരി കൊച്ചു കൂടെ ഉണ്ടെങ്കിലും കടം മാച്ച് മുടിയുക രവി. അണ്ണാക്കിലോട്ട് വലതും പോണ്ടേ. ഈ സമയത്ത് ഞാൻ കുറച്ച് കാശ് കൊടുക്കാം. ബാലൻ ഞാൻ വരച്ച വരയിൽ നിൽക്കും. അതിന് നിങ്ങളുടെ എവിടുന്ന കാശ്? എടി, ബാലന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വിറ്റ കാശ് ഞാൻ ചിലവാക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേന്ന് കുറച്ചെടുത്ത് കൊടുത്താൽ മതി. മതി മതി, അത് മതി. കാശൊക്കെ കൊടുത്തിട്ട് അവനോട് പറയണം മര്യാദയ്ക്ക് കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കാൻ. ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ അവരെ ഇവിടുന്ന് വിടണ്ട, അത്ര തന്നെ. ഒക്കെ നേരാ. പക്ഷെ നകുലം വന്നിട്ട് സീതയുടെ കൊച്ചി ഇതല്ലാന്ന് തെളിയിക്കുമോന്നാ എന്റെ പേടി. അങ്ങനെ തെളിയിച്ചാ ബാലിന് കൊടുത്ത കാശും ചോറൂണിന് കൊടുത്ത കാശും ഒക്കെ തൊലയില്ലേ? വല്യണ്ണം പറയുന്നത് അതിന്റെ ശരി. നകുലം വന്നിട്ട് തീരുമാനിക്കാം ഏത് കുഞ്ഞിനാ ചോറ് കൊടുക്കേണ്ടതെന്ന്. സീതയുടേത് ആൺകുഞ്ഞാണെങ്കിൽ ചടങ്ങുകളും വ്യത്യാസമുണ്ടല്ലോ. ചോറ് കൊടുക്കുകയാണെങ്കിൽ അത് കുഞ്ഞുമണിക്ക് തന്നെ. നകുലിന് എവിടുന്ന് ഒരു തണ്ടിച്ചെറുക്കനെ കൊണ്ട് വന്നിട്ട് അതിന് ചോറ് കൊടുത്തിട്ട് നമുക്കെന്ത് പ്രയോജനം? എന്തായാലും കുറച്ച് ദിവസം കൂടെ നമുക്ക് കാത്തിരിക്കാം. നകുലം വരട്ടെ. അവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഈശ്വരാ, നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ കുട്ടിമണി. എന്തൊരു ചോദ്യം അത്. സൂപ്പർ ആയിട്ടുണ്ട്. അതെ, ഞാൻ കുട്ടിമണിയുടെ കൂടെ എന്നിട്ട് സെൽഫി എടുത്തോട്ടെ. സെൽഫി കണ്ടോണേ. നോക്കിക്കോ. ഓക്കേ. പിന്നെ ഞാൻ രാഹുല, ഞാനേ പുറത്തൊക്കെ ഇറങ്ങി കണ്ടോട്ടെ. പിന്നെന്താ? അതെ കുട്ടിമണി, ഒരു കാര്യം. ആര് ചോദിച്ചാലും വയലോര ഇല്ലത്തെ കുട്ടിമണി അന്തർജനം എന്നേ പേര് പറയാവൂ. വയലോര ഇല്ലത്തെ കുട്ടിമണി എന്നാ? അന്തർജനം. 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 വയലോര ഇല്ലത്തെ കുട്ടിമണി അന്തർജനം. അങ്ങനെ തന്നെ. അത് തന്നെ. കുട്ടിമണി അന്തർജനം. വയലോരയില്ലാത്ത കുട്ടിമണി അന്തർജനം. വയലോരയില്ലാത്ത കുട്ടിമണി അന്തർജനം. വയലോരയില്ലാത്ത കുട്ടിമണി അന്തർജനം.
കുട്ടിമണി വീട്ടിലെ അന്തർജനം അല്ലല്ല വയലോര ഇല്ലത്തെ കുട്ടിമണി അന്തർജനം വയലോര ഇല്ലത്തെ കുട്ടിമണി അന്തർജനം ഓ നശിപ്പിച്ച് ചേച്ചിയാ ബോളിംഗ് തരുവോ? വേണോ? വേണം. ആരാ? ഞാനോ? കുട്ടിമണി ഇല്ലത്തെ വയലോര അന്തർജനം. ഓ തെറ്റിപ്പോല വയലോരും കുട്ടിമണി ഇല്ലത്തെ ഞാനേ കുട്ടിമണിയാ കുട്ടിമണി. ഓ ചേച്ചി ഈ വീട്ടിലാണോ? പിന്നെ എന്നെ കൂടി പണ്ട് കളിപ്പിച്ചോ? അതിനെന്താ പിടിച്ചോ പിടിച്ചോ? ചേച്ചിക്ക് ബോൾ കൊടുക്കടാ. ബോൾ കിട്ടി. കുട്ടിമണി ഇവരൊക്കെ ആയിട്ട് ഇത്ര വേഗം കമ്പനിയായോ? നിന്നെ പോലെ കുട്ടിയൊന്നുമല്ല ഞാൻ. അയ്യേ വിട് വിട്, ഞാനിങ്ങനെ കാണുന്നേ. കുട്ടിമണി വീട് കുട്ടിമണി. ചേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണാണോ? ചേച്ചി വാ കളിക്കാം. Yeah.